ഹലോ ഗൈസ്, വെൽക്കം ടു മച്ചാണ്ടക്കി. ഇന്ന് നമ്മൾ ഷവമി CV14 പറ്റി റിവ്യൂ ചെയ്യാൻ പോകണം. അതിന് മുമ്പ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ടു ഗെറ്റ് റെഗുലർ ടെക് അപ്ഡേറ്റ്സ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് ഇന്നത്തെ ഹീറോ, ഷവമി 40 CV. നമ്മൾ ഇന്ന് ഈ ഫോണിനെ പറ്റിയാണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. 50,000 രൂപ താഴെ ഇറങ്ങിയിരിക്കുന്ന ഷവമിയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ ഫോണാണ് ഇത്. ഈ ഫോണിന്റെ മെയിൻ ഹൈലൈറ്റ് ഇതിന്റെ ക്യാമറയാണ്. CV എന്ന് വെച്ചാൽ സിനിമാറ്റിക് വിഷൻ. അതാണ് ഷവമി ഈ ഫോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്യാമറ മാത്രമല്ല, ഈ ഫോണിന്റെ എല്ലാ സ്പെക്കിനെ പറ്റിയും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ക്ലിയർ ആയി പോകാം ഗൈസ്. അപ്പോൾ ഇതിന്റെ ഡിസൈനിങ് ഡിസ്പ്ലേ പറ്റി നമുക്കൊന്ന് വിശദമായി അറിഞ്ഞാലോ. ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ മെറ്റാലിക് ഫ്രെയിം ആണ് വരുന്നത്. പിന്നെ ഇതിന്റെ ഡിസ്പ്ലേ ഒരു ക്വാഡ് കർവ് 1.5K ഡിസ്പ്ലേ ആണിത്. അതും 12-bit ഡിസ്പ്ലേ. നല്ല കിണ്ണം കാച്ചി കളർഫുൾ വീഡിയോസ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. പിന്നെ മൾട്ടിമീഡിയ പറ്റി പറയാം, മൾട്ടിമീഡിയക്ക് പറ്റിയൊരു ഡിസ്പ്ലേ ആണിത്. കാരണം ഇതിന്റെ സ്പീക്കർ ആൻഡ് ഡിസ്പ്ലേ ഈസ് ഗുഡ് ഫോർ വാച്ചിങ് സിനിമാസ്. നിങ്ങൾക്ക് മൾട്ടിമീഡിയയിൽ എന്ത് കാര്യം വേണമെങ്കിലും ഈ ഡിസ്പ്ലേയിൽ കാണാം. കാരണം ഷവമിയുടെ ഡിസ്പ്ലേ പണ്ടേ നിങ്ങൾക്ക് അറിയാലോ, കിണ്ണം കാച്ചി ഡിസ്പ്ലേസ് ആണ് ഷവമികൾ ഇറക്കുക. അവരേത് പ്രൈസ് സെഗ്മെന്റിലെ ഫോണായാലും നിങ്ങൾക്ക് നല്ല ഡിസ്പ്ലേ ഉള്ള ഫോൺ വേണമെങ്കിൽ ഷവമിയുടെ ഫോണിനെ അപ്രോച്ച് ചെയ്യാം. അതുപോലെ ഷവമി 40 CVയും നല്ല ഡിസ്പ്ലേയും നല്ല ഡിസൈൻ ഫോം ഫാക്ടറും ഉള്ള ഒരു ഫോണാണ്. പിന്നെ ഇതിന്റെ തിക്നെസ് പറയാൻ വെറും 7.45 mm മാത്രമുള്ളൂ. പിന്നെ വെയിറ്റ് 177 gram മാത്രം. അതുകൊണ്ട് ഇത് നല്ല സ്ലിം ആൻഡ് ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ കയ്യിൽ പിടിക്കുന്ന നല്ല പ്രീമിയം ഫീൽ ആണ്. ഞാൻ പറഞ്ഞില്ലേ ഷവമി CV14 ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണെന്ന്. കാരണം ഇതിന്റെ പ്രോസസർ സ്നാപ്ഡ്രാഗൺ 8S Gen 3 ഒരു 4 നാനോമീറ്റർ പ്രോസസറാണിത്. ഇതിൽ നിങ്ങൾക്ക് അടിപൊളിയായി BGMA 90 FPS കളിക്കാൻ പറ്റും. ജംഗ്ഷൻ ഇമ്പാക്റ്റിൽ നിങ്ങൾക്ക് ഒരു ആവറേജ് 57-58 FPS വരെ കിട്ടും. ഈ ഫോണിൽ നിങ്ങൾക്ക് അടിപൊളിയായി ഗെയിം കളിക്കണോ, നല്ല ക്യാമറ ആണോ എങ്കിൽ ഷവമി CV14 എപ്പോഴും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിന്റെ പ്രോസസർ മാത്രമല്ല, ഇതിന്റെ ബാറ്ററി സെഗ്മെന്റ് നല്ലതാണ്. കാരണം 4mm ചിപ്സെറ്റ് ആയതുകൊണ്ട് ഇതിന്റെ ബാറ്ററി എഫിഷ്യൻസി ഒരു ദിവസം നിങ്ങൾക്ക് കിട്ടും. ഇതിൽ 4700 mAh ബാറ്ററിയും 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഫോൺ ചാർജ് ചെയ്യാനും വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ ചാർജർ പെട്ടി. അപ്പൊ ഗൈസ്, ഞാൻ പ്രോസസറിനെയും ഡിസ്പ്ലേയും ഡിസൈനും എല്ലാനെ പറ്റി പറഞ്ഞു. ഇനി ലാസ്റ്റ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ക്യാമറ. ഒരു 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ, 50 മെഗാപിക്സൽ 2x ടെലിഫോട്ടോ, പിന്നെ ഒരു 12 മെഗാപിക്സൽ അൾട്രാവൈഡ്. അത് മാത്രമല്ല സെൽഫിയിൽ ആള് കില്ലാടി തന്നെയാണ്. 32 മെഗാപിക്സൽ ഡ്യുവൽ ക്യാമറയാണ് ഇതിന്റെ സെൽഫിയായി വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല അടിപൊളി സെൽഫി ഫോട്ടോസും നല്ല ബാക്ക് ക്യാമറ ഫോട്ടോസും പോർട്രേറ്റ് ഫോട്ടോസും എടുക്കാൻ പറ്റും. പിന്നെ ക്യാമറ സെഗ്മെന്റിൽ ഫോട്ടോയിൽ മാത്രമല്ല വീഡിയോയിലും ഇവൻ രാജാവ് തന്നെയാണ്. കാരണം 50,000 രൂപയുടെ അടിയിൽ നല്ല കിണ്ണം കാച്ചി സിനിമാറ്റിക് വീഡിയോസ് വേണോ, നിങ്ങൾക്ക് നല്ല നല്ല അടിപൊളി ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയ ലൈക്കയുടെ ഫിൽറ്റർ ഉള്ള നല്ല അടിപൊളി ഫോട്ടോസ് വേണോ എങ്കിൽ കൺസിഡർ ഷവമി 14 CV. കാരണം ഇതിന്റെ ഡിസ്പ്ലേ നല്ല ഡിസ്പ്ലേ ആണ്. പിന്നെ ഫോട്ടോ അടിപൊളി ഫോട്ടോയാണ്. പിന്നെ പ്രോസസർ അതും കിണ്ണം കാച്ചി തന്നെയാണ്. ഈ 50,000 രൂപ സെഗ്മെന്റിൽ നിങ്ങൾക്ക് നല്ലൊരു ഓൾറൗണ്ടർ ഫോൺ വേണം, അതും കുറച്ച് ക്യാമറ കൂടി സെൻട്രിക് ആണെങ്കിലും എങ്കിൽ കൺസിഡർ CV14. നിങ്ങളിപ്പോ എന്നെ കാണുന്നത് ഷവമി CV14യുടെ ക്യാമറയിലൂടെയാണ്. എങ്ങനെയുണ്ട് വീഡിയോ ക്ലാരിറ്റി? കിണ്ണം കാച്ചിയില്ലേ? ഞാൻ പറഞ്ഞ പോലെ തന്നെ ഷവമി CV14യുടെ ക്യാമറ ക്ലാരിറ്റി കിണ്ണം കാച്ചിയാണ്. വീഡിയോ ക്ലാരിറ്റി പൊളി തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് 50,000 രൂപ താഴെ ഒരു അടിപൊളി ക്യാമറ ഫോൺ വേണോ, അതും അത്യാവശ്യം ഓൾറൗണ്ട് പാക്കേജിൽ എങ്കിൽ കൺസിഡർ ഷവമി 14. പിന്നെ ഇതിന് അടുത്ത കുറച്ച് മെയിൻ ഹൈലൈറ്റ് പറയാൻ ഇത് NVIDIA 5x RAM, പിന്നെ UFS 4.0 ആണ്. അതുകൊണ്ട് ഇതിന്റെ ഗെയിമിംഗ് പെർഫോമൻസ് ആൻഡ് ഡേ ടു ഡേ ടാസ്ക് കിണ്ണം കാച്ചിയാണ്. പിന്നെ ഇതിന്റെ ബേസ് വേരിയന്റ് സ്റ്റാർട്ട് 8GB 256, പിന്നെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് 12GB 512GB ആണ്. ഇത് ഈ 50,000 രൂപ താഴെ വരുന്ന അത്യാവശ്യം നല്ല പെർഫോമൻസ് തരുന്നത്, അത്യാവശ്യം നല്ല ക്യാമറ പെർഫോമൻസ് ഉള്ള ഒരു ഷവമി ഫോണാണിത്. പിന്നെ ഇതിന്റെ UI പറ്റി പറയുകയാണെങ്കിൽ HyperOS ആണ് ഇതിനുള്ളത്. ഇത് ഔട്ട് ഓഫ് ദി ബോക്സ് HyperOS 40, അതായത് ആൻഡ്രോയിഡ് 14 വരുന്ന HyperOS ആണ്. 3 വർഷത്തെ OS അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും. അപ്പോൾ നിങ്ങൾക്ക് 14 നിന്ന് 15, 16 and 17 വരെ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഫോൺ കുറച്ചധികം നാളെ സുഖമായി ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഷവമിയിൽ ഗ്യാരണ്ടീഡ് അപ്ഡേറ്റ് ആണ് ഷവമി. അങ്ങനെ പണ്ടത്തെ പോലെ HyperOS ആയതിനു ശേഷം ഷവമി കുറച്ചുകൂടി ഡേ ടു ഡേ അപ്ഡേറ്റ്സ് തരാൻ തുടങ്ങിയിട്ടുണ്ട്, ഒരു സൂചന കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു 50,000 രൂപ നല്ലൊരു ഫോൺ വേണം, അത് ഷവമിയുടെ ഫോൺ തന്നെയാലും പിന്നെ ഒരു കിണ്ണം കാച്ചി ക്യാമറയും വേണം എങ്കിൽ കൺസിഡർ ഷവമി 14 CV. ഓക്കെ ഗൈസ്, അപ്പോൾ മച്ചാണ്ടേക്ക് ഇവിടെ പോവുകയാണ്, നിങ്ങളോട് ബൈ പറയുകയാണ് ഗൈസ്. ബൈ ഗൈസ്.